ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ കാണുന്ന പാലക്കാട് ലുലു മാളിൻ്റെ അടുത്ത് നിന്ന് വെറും 5 കിലോമീറ്റർ മാത്രം മാറിയിട്ട് സേലം കൊച്ചിൻ ഹൈവേ എന്ന് ഈ കാണുന്ന സേലം കൊച്ചിൻ ഹൈവേ ആണ്. ഈ സേലം കൊച്ചിൻ ഹൈവേ എന്ന് വെറും 100 മീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് നമ്മുടെ ഈ കാണുന്ന പ്രോപ്പർട്ടി വന്നിരിക്കുന്നത്. വെറും 4.8 സെൻറ്റ് സ്ഥലത്തിനകത്ത് 1600 സ്ക്വയർ ഫീറ്റിൽ മനോഹരമായിട്ടുള്ള 3 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നമുക്കിന്ന് വന്നിരിക്കുന്നത് കേട്ടോ. അത്യാവശ്യം ഫ്രണ്ടിൽ ഒരു 4 മീറ്ററിൻ്റെ അടുത്തുള്ള റോഡ് ഫ്രണ്ടേജ് ഉണ്ട്. കുറച്ച് ഭാഗം മാത്രം വരുന്ന വഴിക്ക് മൺ റോഡാണ്, ബാക്കിയൊക്കെ കോൺക്രീറ്റ് റോഡും അതുപോലെ തന്നെ ഹൈവേ എന്ന് വെറും 100 മീറ്റർ മാത്രമേ ഉള്ളൂ. വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ ഹൈവേ എന്ന് നമുക്ക് കണ്ട്. വീട് പണിയെടുപ്പിച്ച് വെറും 2 വർഷം മാത്രമേ പഴക്കമായിട്ടുള്ളൂ കേട്ടോ. അല്ലേ, മനോഹരമായിട്ടുള്ള ഒരു എലിവേഷനാണ് കൊടുത്തിരിക്കുന്നത്. ചുറ്റും കോമ്പൗണ്ട് വാളുണ്ട്. നമുക്ക് 2 ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വാക്കിങ്ങിൽ കയറാനുള്ള ചെറിയ ഗേറ്റും അതുപോലെ തന്നെ കാറ് പാർക്ക് ചെയ്യാനുള്ള വലിയൊരു ഗേറ്റുമാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. നല്ല മനോഹരമായിട്ടുള്ളൊരു എലിവേഷനാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ ഇവിടെ നമുക്ക് കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ്. നമുക്ക് ചുറ്റുവട്ടം ഒന്ന് നോക്കി നോക്കാം, എത്ര സ്പേസ് ഉണ്ട്, എന്താ കാര്യം. ചുറ്റും നോക്കിയിട്ട് നമുക്ക് വീടിൻ്റെ ഉള്ളിലും ഒന്ന് കയറി നോക്കാം. ഈ സൈഡിലൊക്കെ ചെറിയൊരു സ്പേസ് ഉള്ളൂ കേട്ടോ. ജസ്റ്റ് നടന്നു പോകാനുള്ളൊരു വഴി മാത്രമേ ഈ ഒരു ഭാഗത്തുള്ളൂ. പുറകുവശത്ത് അത്യാവശ്യം സ്പേസ് ഉണ്ട്. അതിലൊരു ചെറിയ ഒരു സ്റ്റാർട്ടിങ് പണിയെടുക്കാൻ തുടങ്ങുമ്പോൾ കറണ്ടിൻ്റെ അടുത്ത ഷെഡ് അങ്ങനെ നിലനിർത്തിയിട്ട് തോന്നുന്നു. ഇങ്ങനെ ചെറിയൊരു ഷെഡ് ഉണ്ട്. ഇവിടെ ബോർവെല്ലിൽ നിന്നുള്ള വെള്ളം ശേഖരിക്കാനുള്ള ടാങ്ക് ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിലൊക്കെ കുറച്ച് ആ ഭാഗത്തേക്ക് കുറച്ച് പാടമൊക്കെ ഉണ്ട് കേട്ടോ. മേലെ നോക്കുമ്പോൾ നല്ല വ്യൂ ഉണ്ട് അങ്ങോട്ടേക്ക്. ഈ സൈഡിൽ കാലി വേറൊരു അടുത്ത പ്ലോട്ടാണ്. ഈ ഒരു ഭാഗത്ത് നമുക്ക് ചെറിയൊരു സ്പേസേ ഉള്ളൂ. ഓപ്പൺ ആയിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് ഏരിയയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല 3 സ്റ്റെപ്പായിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു ഏരിയ. ഊനാല് കിട്ടിയപ്പോൾ അവിടെ കയറി ആടാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ചെറിയൊരു വിൻഡോ ടൈപ്പിൽ കൊടുത്തിട്ടുണ്ട് ഓപ്പണിങ്. സ്റ്റീലിൻ്റെ ഡോറാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ലോക്കിംഗ് സിസ്റ്റം സൂപ്പർബായിരിക്കും. ഇവിടെ നമുക്ക് കയറുമ്പോൾ തന്നെ നല്ല വിശാലമായിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതിൽ LED ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് നല്ല മനോഹരമാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അല്ലേ, നല്ല വിശാലമായിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് ഏരിയ നമുക്കുണ്ട്. അവിടെ നമ്മൾ നേരെ ഡൈനിങ് സ്പേസിലേക്ക് പോകണം. അതിൻ്റെ ഇടയിലായിട്ടൊരു ചെറിയൊരു സ്പേസ് വിട്ടിട്ടുണ്ട്. അവിടെയൊക്കെ നല്ല മനോഹരമായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ. ഓപ്പൺ കിച്ചണാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് അതിനോട് ചേർന്ന് മാസ്റ്റർ ബെഡ്റൂം ഇവിടെ താഴെ തന്നെ ഒറ്റ ബെഡ്റൂമാണ് താഴെയുള്ളത്. മേലെയാണ് 2 ബെഡ്റൂമുള്ളത് കേട്ടോ. നല്ല വിശാലമായിട്ടുള്ളൊരു ബെഡ്റൂം നമുക്ക് താഴെ കിട്ടുന്നുണ്ട്. അത് അറ്റാച്ച് ആയിട്ടുള്ള വാഷ്റൂമാണ്. വാഷ്റൂം അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള വാഷ്റൂമാണ്. അതിൽ നല്ല ഡിസൈനിങ് ആയിട്ടുള്ള ടൈൽസ് കൊടുത്ത് നല്ല മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. വാൾ മൗണ്ടഡ് ആയിട്ടുള്ള ക്ലോസറ്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല വിശാലമായിട്ടുള്ള ബെഡ്റൂമാണ് താഴെയുള്ളത്. ഇവിടെ നമ്മൾ നേരെ കിച്ചൺ ഏരിയയിലേക്ക് കേട്ടോ. ഇപ്പം നമ്മുടെ ലിവിങ് സ്പേസ് അവിടെ കാണുന്നുണ്ട്. കിച്ചണിലെ എല്ലാ കബോർഡും വാൾഡ്രോബ്സും ഒക്കെ വെൽ ഫർണിഷ്ഡ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഓപ്പൺ കിച്ചൺ ഏരിയയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് വർക്ക് ഏരിയ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും നല്ല കബോർഡും വാൾഡ്രോബ്സും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും അതുപോലെ തന്നെ 2 വാഷിംഗ് മെഷീനും ഉണ്ട് കേട്ടോ. എല്ലാം സ്പേസ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഭാഗത്ത് തന്നെയാണ്. അത്രയും സ്പേസ് നമുക്ക് വർക്ക് ഏരിയ കിട്ടുന്നുണ്ട്. സോ ഇവിടെ നമ്മൾ ഇറങ്ങുമ്പോൾ നേരെ നമ്മൾ ഡൈനിങ് സ്പേസ് ഏരിയയിലേക്ക് വരുന്നുണ്ട്. ഇവിടെ വാഷ് ബേസിൻ ഏരിയ ഒരു സ്റ്റെപ്പ് താഴത്താണ് കേട്ടോ. അപ്പോൾ വെള്ളം ഒന്നും നമുക്ക് മേലേക്ക് തെറിച്ച് വരുന്നില്ല. ഒരു ചെറിയൊരു സ്റ്റെപ്പ് താഴെ ആയിട്ടാണ് നമ്മളിവിടെ വാഷ് ബേസിൻ ഏരിയ കൊടുത്തിരിക്കുന്നത്. അത് മനോഹരമായിട്ടുള്ള ടൈൽസ് ഒക്കെ കൊടുത്തിട്ട് നല്ല അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല കബോർഡിൻ്റെയൊക്കെ കളർ കോമ്പിനേഷൻ ആ ഗ്രീൻ, ഒരു പ്രത്യേകതരം ഗ്രീനിൽ നല്ല മനോഹരമാക്കി കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ കയറുമ്പോൾ നല്ല ലൈറ്റ്നിങ് ഒക്കെ കൊടുത്ത് സീലിംഗ് ഏരിയ സൂപ്പർബാക്കി വെച്ചിട്ടുണ്ട്. സ്റ്റെയർ കേസ് ഏരിയയിൽ വുഡിങ്ങിൻ്റെ ഹാൻഡ് റെയിലും അതുപോലെ തന്നെ സ്റ്റീലിൻ്റെ റെയിൽസും ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു ചെറിയൊരു ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഫ്രീ ടൈമിലൊക്കെ ഇരിക്കാനും ഫാമിലി ഒരു ടൈമായിട്ട് മാറ്റാനുള്ള ഒരു ഊനാലും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമുക്കൊരു ബെഡ്റൂം ഇതാണ് കാണുന്നത്. ഇത് അറ്റാച്ച്ഡ് അല്ല, കോമൺ ആയിട്ടുള്ള ഇതിനൊരു കോമൺ ആയിട്ട് വെളിയിൽ കൊടുത്തിട്ടുണ്ട്.
അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു ബെഡ്റൂം. ഒരു ഗസ്റ്റിനൊക്കെ നമുക്ക് മേലെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ബെഡ്റൂമാണ്. അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഇവിടെ നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്ക് ഇവിടുന്നൊരു സ്റ്റെയറിൻ്റെ ഒരു വ്യൂ ഉണ്ടോ, നല്ല മനോഹരമാക്കിയിട്ടുള്ള ഒരു വ്യൂ ആണ്. എല്ലാം കളർ കോമ്പിനേഷനും അതുപോലെ തന്നെ ചെയ്തിരിക്കുന്ന സെറ്റപ്പൊക്കെ സൂപ്പർവായിട്ടുണ്ട്. ഇവിടെ നമുക്ക് വെളിയിലുള്ള ഓപ്പൺ ബാൽക്കണി ഏരിയയാണ് കിട്ടുന്നത്, ഓപ്പൺ ടെറസ് ഏരിയ. ഒരു കണ്ടംപററി പഴയ ഓൾഡ് സ്റ്റൈലിലുള്ള ഒരു ട്രഡീഷണൽ സ്റ്റൈലും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഒരു വീടിൻ്റെ ഇത് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇവിടെ നമുക്ക് കോമൺ ആയിട്ടൊരു വാഷ്റൂം ഏരിയ ഉണ്ട്. അതിനോട് ചേർന്ന് ഇവിടെ നമുക്ക് അടുത്തൊരു ബെഡ്റൂം. ഇതൊരു കൊച്ചു ബെഡ്റൂമാണ്, കുട്ടികളുടെ സ്റ്റഡി റൂം ഒക്കെ പറയാം. പക്ഷേ ഇതിനകത്ത് അറ്റാച്ച്ഡ് ആയിട്ട് വാഷ്റൂം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു വാഷ്റൂമും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ്. ഇവിടെ നമുക്ക് വെളിയിലോട്ടൊരു ബാൽക്കണി ഏരിയ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ നേരെ ഇറങ്ങുമ്പോൾ ഇവിടെ നിന്ന് സ്റ്റീൽ ഡോറൊക്കെ കൊടുത്തിട്ട് ഇവിടെ നമുക്കൊരു അവിടെ കണ്ടില്ല പാടത്തിൻ്റെ വ്യൂ, ബാക്ക് സൈഡിൽ നല്ല പാടങ്ങളുടെ വ്യൂ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഒരു സ്റ്റീലിൻ്റെ സ്റ്റെയർ ആണ് കൊടുത്തിരിക്കുന്നത്, ഇരുമ്പിൻ്റെ. അത് നമ്മൾ മേലെ കയറുമ്പോൾ ഇവിടെയാണ് വാട്ടർ ടാങ്ക് ഫിറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ടോപ്പിലുള്ള വാട്ടർ ടാങ്ക് ഇവിടെയാണ്. ഈ ഒരു ഭാഗത്ത് നിന്ന് 2 സ്റ്റെപ്പ് താഴെ ഇറങ്ങുമ്പോൾ നമുക്ക് ഈ ഒരു കാണുന്ന ഇവിടെ നമുക്കൊരു ചെറിയൊരു റൂം പോലെ കിട്ടും കേട്ടോ. നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാം. കറക്റ്റായിട്ട് നന്നായിട്ട് സീലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ താഴെ ഈ സീലിങ്ങിൻ്റെ അടിയിലാണ് നമുക്ക് ബെഡ്റൂമുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ചെരിച്ച് ഡ്രസ് വർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് കണ്ടല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഒരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാനും പറ്റും. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയ നേരെ ഹൈവേ കാണുന്നുണ്ടാവും കണ്ടല്ലേ. അവിടെ വണ്ടി ഇറങ്ങി നിൽക്കുന്ന ആ ഭാഗത്തായിട്ട് വണ്ടി പോകുന്നുണ്ടോ, അത് ഹൈവേയിലെ വണ്ടി പോകുന്നു. അപ്പോൾ അത്രയും ഹൈവേന്ന് അടുത്തായിട്ടാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി നിൽക്കുന്നത് കേട്ടോ. ആ വണ്ടികളൊക്കെ പോകുന്നുണ്ടല്ലേ, ഇത്രയും അടുത്താണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇതാണ് ടോട്ടൽ പ്രോപ്പർട്ടി ഉള്ളത്. 4.8 സെൻറ്റ് സ്ഥലം, 1600 സ്ക്വയർ ഫീറ്റ്, 3 ബെഡ്റൂം, 2 അറ്റാച്ച്, 1 കോമണ്, ഓപ്പൺ കിച്ചണാണുള്ളത്. 2 വർഷം മാത്രം പഴക്കമുള്ള ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഓണർ ചോദിച്ചിരിക്കുന്ന പ്രൈസ് വെറും 65 ലക്ഷം രൂപയേ ഉള്ളൂ. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അധികം പ്രോപ്പർട്ടീസ് വിൽക്കാനുണ്ടെങ്കിൽ നമ്മളായിട്ട് കണക്ട് ചെയ്യുക, നമ്മൾ അതിനുള്ള ഹെൽപ്പ് ചെയ്ത് തരുന്നുണ്ടാകും. അപ്പോൾ ഫ്രണ്ട്സ്, ഇതുവരെ നമ്മുടെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നവരിക്കും എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ആൻഡ് ലവ് യു.